ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise. Prepwiseലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024 ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ജനറൽ ടെസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് സെഷൻസ് കഴിഞ്ഞ വർഷത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും ഇത്. അങ്ങനെ ഇതിന് കീഴിൽ ഇന്ന് നമ്മൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്ന 10 ചോദ്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പം ജനറൽ അവയർനെസിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെ ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷമൊക്കെ 75 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ജനറൽ ടെസ്റ്റിൽ. അതിലൊരു 17 ചോദ്യം, 20 ചോദ്യം, ഏറ്റവും കൂടിപ്പോയി 25 ചോദ്യം എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ഈ ഒരു ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ബാക്കി റീസണിംഗ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് വന്നിരുന്നത്. പക്ഷെ ഈ വട്ടം നല്ല വ്യത്യാസമുണ്ട്. 60 ചോദ്യങ്ങൾ ഉള്ളതിൽ ഏകദേശം 19 അല്ലെങ്കിൽ 20 ചോദ്യം എങ്ങനെ പോയാലും ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. വൈ? ബിക്കോസ് 60 ചോദ്യത്തിൽ നിങ്ങൾ 50 എണ്ണം എഴുതിയേ മതിയാവും. അതുകൊണ്ട് തന്നെ 60 എണ്ണത്തിൽ 50 എണ്ണം എന്തായാലും എഴുതണം. അപ്പം ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എങ്ങനെ പോയാലും ആ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനേ പറ്റില്ല. കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നു അത്രയും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് തരുന്ന ഒരു പോർഷൻ കൂടിയാണ് നമ്മുടെ GK ആൻഡ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഉത്തരങ്ങളെക്കാളും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. അതായത് മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരിക്കാം, ഇനി അതല്ലാതെ സിംഗിൾ ആൻസർ, ഇനി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. ഇതൊക്കെ തന്നെ GKയിലും കറന്റ് അഫയേഴ്സിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം. അപ്പൊ ഇതുപോലത്തെ സെഷൻസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് CUET ഒക്കെ എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക. അങ്ങനെയാണ് നമുക്ക് തുടങ്ങിയാലോ. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, ദ ടെറിട്ടറി നോൺ ആസ് യാനം പുതുച്ചേരി ഷെയർസ് ബൗണ്ടറീസ് വിത്ത് വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ലഡാക്ക്, കേരള, ഗോവ, ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇതിൽ ഒരു തമിഴ്നാട് കൊടുക്കാഞ്ഞത് അറിഞ്ഞുകൊണ്ടാണെന്ന് വേണേൽ പറയാം. കാരണം തമിഴ്നാട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികളെങ്കിലും ഒരുപക്ഷെ യാനം അറിയില്ല എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പോയി കുത്തിയാനെ. അപ്പൊ എന്തായാലും ഇവിടെ തമിഴ്നാടില്ല. അപ്പൊ ഈ യാനം പുതുച്ചേരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുതുച്ചേരിക്ക് അങ്ങനെ തമിഴ്നാടുമായിട്ട് തന്നെ ബന്ധം ഉണ്ടാണെന്നൊന്നുമില്ല. മാഹി പുതുച്ചേരിയുടെ ഭാഗമാണ്, കേരളത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ യാനം തങ്ങളുടെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ടാണെന്നുള്ളതാണ് ചോദ്യം. ലഡാക്ക് ആണോ, കേരളയാണോ, ഗോവയാണോ, ആന്ധ്രാപ്രദേശ് ആണോ? അപ്പൊ ലഡാക്ക് നമുക്ക് ഈസിലി കട്ട് ചെയ്യാം അല്ലെ. ലഡാക്കിന് ഈ ഒരു തർക്കത്തിനിടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിനിടയിൽ വരേണ്ട കാര്യമില്ല. ലഡാക്ക് അപ്പം കേരളം ഒരു അറ്റത്താണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യയും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയും ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ട്. ആസ് ഇൻ ഈ പറഞ്ഞിരിക്കുന്ന ജോഗ്രഫിക്കലി നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചറിയാൻ പറ്റും. ലഡാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ വളരെ നോർത്തിലേക്കുള്ള ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. അതേ സ്ഥാനത്ത് ബാക്കി കേരള ആയിക്കോട്ടെ, ഗോവ ആയിക്കോട്ടെ, ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണ്. പുതുച്ചേരിയോടൊപ്പം തന്നെ ചേർക്കാൻ കാരണം സ്വന്തമായിട്ടൊരു യൂണിയൻ ടെറിട്ടറി ഒന്നും ആയിട്ട് കഴിയാനുള്ള ഒരു വിസ്തൃതിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പോപ്പുലേഷൻ ഒന്നും യാനത്തിനില്ല. അങ്ങനെയാണ് മാഹി ആയിക്കോട്ടെ, യാനം ആയിക്കോട്ടെ പുതുച്ചേരിയുടെ ഭാഗമാവുന്നത്. ഓക്കെ, ആൻഡ് ബാക്കിയും നമുക്ക് ഒരുപാട് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ പുതുച്ചേരിയുടെ കീഴിലാക്കേണ്ട ആവശ്യവും ആർക്കും ഇല്ല. അപ്പൊ ഇവിടെ കേരളയാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. യാനം എന്ന് പറഞ്ഞൊരു യൂണിയൻ ടെറിട്ടറി കേരളയുടെ ഭാഗമായി നമുക്കറിയില്ല, മാഹി മാത്രമേ നമുക്കറിയൂ. പിന്നെ ഗോവയും ആന്ധ്രാപ്രദേശും ആണുള്ളത്. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആന്ധ്രാപ്രദേശ് ആണ്. ബേ ഓഫ് ബംഗാളിനോട് വളരെ അടുത്ത്, എന്നാൽ കൃത്യമായി തീരദേശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചെറിയൊരു സംശയം വരുന്ന രീതിയിലാണ് നമുക്ക് മാപ്പിൽ കാണാൻ സാധിക്കുക. പക്ഷെ എന്തായാലും ആന്ധ്രാപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് യാനം. പക്ഷെ അത് പുതുച്ചേരിയുടെ കീഴിലാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ യാനം പുതുച്ചേരി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 ആന്ധ്രാപ്രദേശ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജംഷേദ്പൂർ is situated on the bank of river. അപ്പൊ ജംഷേദ്പൂറും നമ്മളെ സംബന്ധിച്ച് വളരെ ഫെമിലിയർ ആയിരിക്കും. 12th ആയിക്കോട്ടെ 10th ആയിക്കോട്ടെ നമ്മൾ പല സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ജംഷേദ്പൂരിനെ പറ്റി പഠിക്കുന്നുണ്ട്. നമ്മുടെ ടാറ്റ ആദ്യത്തെ ഫാക്ടറി തുറക്കുന്നതും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഹിസ്റ്ററിയിൽ പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പൊ GK എന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞ ചോദ്യം നിങ്ങൾ നോക്കുക, ഇത് ജോഗ്രഫി റിലേറ്റഡ് ആണ്, അതും ഇന്ത്യൻ ജോഗ്രഫി.
ഓക്കെ, അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിന്ന് ചോദ്യങ്ങൾ വരും, വേൾഡ് ജോഗ്രഫിന്ന് ചോദ്യങ്ങൾ വരും. ഇനി അതല്ല ജോഗ്രഫിക്ക് വിത്തിൻ ജോഗ്രഫി ക്രോപ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ പല രീതിയിൽ ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാം. ഇവിടെ ചോദിച്ചിരിക്കുന്നതും എന്താണ്? ഓബിയസ്ലി ജോഗ്രഫി. പിന്നെ ജംഷഡ്പൂരിനെ വേണേൽ നമുക്ക് ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഇവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ തന്നെ വലിയൊരു ഭാഗമായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് നമുക്ക് ജംഷഡ്പൂരിനെ കണക്കാക്കാം. ജംഷഡ്പൂരിനടുത്തൂടെ ഒഴുകുന്ന നദി ഏതാണ്? അല്ലെ ഏത് നദിയുടെ തീരത്താണ് ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത്? ഗംഗയാണോ, മഹാനദിയാണോ, സുബർണരേഖയാണോ, ഗോദാവരിയാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു റിവർ ആണിത്. വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്കാണ് ഈ നദി ഒഴുകുന്നത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, സുബർണരേഖ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് റീനെയിംഡ് രാജ്പഥ് ആസ്. രാജ്പഥ് എന്ന് പറയുമ്പം ഇന്ത്യയിലെ തന്നെ മേ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോഡായിരിക്കും. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ബിൽഡിങ്സിന്റെയും മുന്നിലൂടെ പോകുന്നത് രാജ്പഥ് ആണ്. നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് ജാനുവരി 26 നടക്കുന്ന രാജ്പഥിൽ വെച്ചാണ്. അപ്പൊ ഇതിന്റെ പേര് മാറ്റുക, പേര് മാറ്റുന്നതാണല്ലോ പുതിയൊരു ട്രെൻഡ്. അപ്പൊ പേര് മാറ്റിയിട്ട് ഇപ്പൊ എന്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആസാദ് പഥാണോ, അടൽ പഥാണോ, കർത്തവ്യ പഥാണോ, ഭാരത് പഥാണോ? അപ്പൊ ഇതിൽ ഏതാണ് പുതിയ പേര്? അപ്പൊ ഇതിനു മുമ്പ് ഈ റോഡ് അറിയപ്പെട്ടിരുന്നത് കിങ്സ് വേ എന്നുള്ള പേരിലാണ്. അത് നേരെ ഇംഗ്ലീഷിലേക്ക് ആക്കിയ പോലെയായിരുന്നു. അത് പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ രാജ്യം ആദ്യം ചെയ്തൊരു കാര്യമായിരുന്നു അതിന്റെ പേര് മാറ്റുക എന്നുള്ളത്. പക്ഷെ നിലവിൽ അതിന്റെ പേര് ഇതൊന്നും അല്ല. അതിന്റെ നിലവിലെ പേര് ഓപ്ഷൻ 3 കർത്തവ്യ പഥ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് യൂണിയൻ ബജറ്റ് 2021? 2021 യൂണിയൻ ബജറ്റിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2021 യൂണിയൻ ബജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറന്റ് അഫയേഴ്സിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് 2 വർഷം മുന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് GK തന്നെ ഇതിനെ ഉൾപ്പെടുത്തേണ്ടി വരും. പക്ഷെ ബജറ്റ് എന്നുള്ള ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണെന്നും മനസ്സിലാക്കുക. റൈറ്റ്? അപ്പൊ ഇതില് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത്? ആത്മനിർഭർ ഹെൽത്ത് കെയർ സിസ്റ്റം വാസ് അനൗൺസ്ഡ്. 2021 ബജറ്റിലാണോ ആത്മനിർഭർ വന്നതെന്നുള്ളത് ആലോചിക്കുക. ബിഗ് ബൂസ്റ്റ് ഫോർ റോഡ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി, ഫ്യൂവൽ ആൻഡ് ലിക്കർ സെസ് ഇമ്പോസ്ഡ്. ഇതാണ് 4 എണ്ണം. ഈ 4 എണ്ണത്തിൽ ഏതാണ് റൈറ്റ്? ഏതൊക്കെ കറക്റ്റ് ആണ്, ഏതൊക്കെ തെറ്റാണെന്നുള്ളത് താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. A and B only, A, B and C only, A, B, C and D, A only. അപ്പൊ ഇതിലൊരു കാര്യം ഉറപ്പാണ്, ആത്മനിർഭർ ഭാരത് എന്നുള്ളത് 2021 വന്ന, കാരണം 4 ഓപ്ഷൻസിൽ A കൊടുത്തിട്ടുണ്ട്. പിന്നെ റോഡ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഗതിശക്തി പോലുള്ള സ്കീമുകളൊക്കെ എപ്പോ വന്നു എന്നുള്ള ആലോചിക്കുക. വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി എപ്പോഴാണ് വന്നത്? അതായത് ഇത്ര വർഷം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികൾ പിന്നെ റിന്യൂ ഒന്നും ചെയ്യാൻ പറ്റില്ല, പൊളിച്ച് കളയണം എന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ട്. പലരും അവെയർ ആയിരിക്കണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു നിയമമുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഫ്യൂവൽ ലിക്വർ സെസ്സും ഇമ്പോസ് ചെയ്തു. അപ്പൊ ഇതില് ഏതൊക്കെ കറക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് 2021 ഇത് 2021 2021 ആണ്, ഇതും 2021 ആണ്. വിച്ച് മീൻസ് ഓപ്ഷൻ 3 A, B, C and D ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഫൗണ്ടർ ഓഫ് സെർവന്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഈസ്. അപ്പൊ ഈ സെർവന്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളൊരു പരിപാടി തുടങ്ങിയത് ആരാണ്? ആക്ച്വലി ഇതൊരു പരിപാടിയാണ്. മഹാത്മാഗാന്ധി ആണോ, ബാൽ ഗംഗാധർ തിലക് ആണോ, ഗോപാൽ കൃഷ്ണ ഗോഖലെ ആണോ, ലാലാ ലജ്പത് റായി ആണോ? അപ്പൊ 4 പേരും സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഞാനൊരു ക്ലൂ തരാം. ഇദ്ദേഹത്തെയാണ് മഹാത്മാഗാന്ധി തന്റെ പൊളിറ്റിക്കൽ ഗുരുവായിട്ട്, രാഷ്ട്രീയ ഗുരു ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനോട് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സൊസൈറ്റി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് 1905 അപ്പൊ എല്ലാ സൊസൈറ്റിയും തുടങ്ങുമ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലെ? ഇപ്പൊ ബ്രഹ്മസമാജ് ആണെങ്കിലും ആര്യ സമാജ് ആണെങ്കിലും അതിനൊക്കെ തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ സെർവന്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ നാനാ ജാതി മതസ്ഥരിൽ നിന്നും ചെറുപ്പക്കാരെ കണ്ടെത്തി എല്ലാ റിലീജിയനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ റിലീജിയനെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ റിലീജിയനിലുള്ള ചെറുപ്പക്കാരെയും ഇന്ത്യൻ യൂത്തിനെയും ഒരുമിച്ച് എടുത്തിട്ട് അവരെ സോഷ്യൽ സർവീസിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അവർക്ക് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു സെർവന്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയെ തുടങ്ങിയത് മറ്റാരുമല്ല, സാക്ഷാൽ ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ്. ഓപ്ഷൻ 3. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രീഡം സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് GK സംബന്ധിച്ച് ഒരു വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഐക്കോണിക് ഫിഗേഴ്സിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിലും നമുക്ക് ഇതിനെ കണക്കാക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഓസോൺ ലെയർ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ? ഇത് ജോഗ്രഫി ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ചോദ്യം ഓസോൺ ലെയറിനെ പറ്റിയാണ്. അറ്റ്മോസ്ഫിയറിലെ ഏത് ലെയർ? അറ്റ്മോസ്ഫിയറിൽ 5 ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ?
അപ്പൊ അതിൽ ഏത് ലെയറിൽ വരുന്നവയാണ്, അല്ലെങ്കിൽ ഓസോൺ ലെയർ ഏത് ലെയറിലാണ് വരുന്നത്, അത്രയാണ് ചോദ്യം. ട്രോപ്പോസ്ഫിയർ ആണോ, സ്ട്രാറ്റോസ്ഫിയർ ആണോ, മെസോസ്ഫിയർ ആണോ, തെർമോസ്ഫിയർ ആണോ? അപ്പൊ ഒരു ക്ലൂ തരാം. താഴെ നോക്കുമ്പോൾ സെക്കൻഡ് ലെയറിലാണ് എന്ത് വരുന്നത്, ഓസോൺ ലെയർ വരുന്നത്. അപ്പൊ സെക്കൻഡ് ലെയർ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണോ, സ്ട്രാറ്റോസ്ഫിയർ ആണോ, മെസോസ്ഫിയർ ആണോ, തെർമോസ്ഫിയർ ആണോ എന്നുള്ള കമന്റ്സിൽ എത്രയും പെട്ടെന്ന് അറിയിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും താഴെ വരുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ഇനി മൂന്നാമത് വരുന്നത് ഏതാണെന്നും കൂടെ ഞാൻ പറയാം, മെസോസ്ഫിയർ ആണ്. ഈ ട്രോപ്പോസ്ഫിയറിന്റെയും മെസോസ്ഫിയറിന്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്, വിച്ച് ഈസ് ദി റൈറ്റ് ആൻസർ. ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് കണ്ടുവരുന്നത്, വിച്ച് മീൻസ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി മെസോസ്ഫിയർ കഴിഞ്ഞാലും 2 ലെയേഴ്സ് കൂടെ ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് തെർമോസ്ഫിയറും പിന്നെ അതിന്റെ മേലെ കൂടെ എക്സോസ്ഫിയറും. അങ്ങനെ 5 ലെയേഴ്സ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 സ്ട്രാറ്റോസ്ഫിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എത്തനോൾ ഈസ് ഒബ്റ്റെയിൻഡ് കൊമേഴ്ഷ്യലി ബൈ. എത്തനോൾ നമ്മൾ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? ഡീഹൈഡ്രേഷൻ, ഡിസ്റ്റിലേഷൻ, ഫെർമെന്റേഷൻ, ഇവാപ്പറേഷൻ. ഇതിലൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കൊമേഴ്ഷ്യൽ യൂസിനായിട്ട് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ബേസിക് സയൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബേസിക് സയൻസും ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബേസിക് സയൻസ് പറയുമ്പോഴേക്കും അതിൽ എന്തൊക്കെ ടോപ്പിക്സ് വരും? ഇപ്പം കോമൺ നെയിം എന്നുള്ളതൊരു വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമ്മുടെ ചില സയന്റിഫിക് ആയിട്ടുള്ള ചില ടെർമിനോളജീസിന് പകരം നമ്മൾ എന്ത് ചെയ്യും, വളരെ കോമൺ ആയിട്ടുള്ള, ഇപ്പൊ ബേക്കിംഗ് സോഡ, അപ്പൊ അതിൻ്റെതായുള്ള കൃത്യമായിട്ടുള്ള കെമിക്കൽ നെയിം ഉണ്ട്. സിമിലർലി ഒരുപാട് കാര്യം, ഇപ്പൊ ലാഫിംഗ് ഗ്യാസ് കോമൺ നെയിം ആണ് ലാഫിംഗ് ഗ്യാസ് എന്നുള്ളത്, പക്ഷെ അതിന്റെ സയന്റിഫിക് നെയിം വേറെ ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ നെയിം വേറെ ഉണ്ട്. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇനി ഇൻവെൻഷൻസ് ആൻഡ് ഇൻവെന്റേഴ്സ്, ഇതിന്റെയൊക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊപ്പോസൽ അവൈലബിൾ ആണ് കേട്ടോ. ഇൻവെൻഷൻസ് ആൻഡ് ഇൻവെന്റേഴ്സ് ഉണ്ട്. പിന്നെ ബേസിക് സയൻസിന്റെ ഭാഗമായിട്ട് വേറെയും ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. അതൊക്കെ സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ മൊളാസസ് എന്താന്ന് അറിഞ്ഞാലാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തനോൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇത് ആക്ച്വലി ഷുഗർ റിഫൈൻഡ് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇതിനെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടത്തി വിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ വിധേയമാക്കുമ്പോഴാണ് നമുക്ക് എത്തനോൾ ലഭിക്കുന്നത്. ആ പ്രോസസ്സിന്റെ പേരാണ് ഓപ്ഷൻ സി, ഫെർമെന്റേഷൻ. അങ്ങനെ മൊളാസസ് ഫെർമെന്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ എത്തനോൾ ആയിട്ട് നമുക്ക് മാറി കിട്ടും. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്, ഫെർമെന്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തത് ഒരു ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ ഇതിനെ വേണേൽ GK ഉൾപ്പെടുത്താം കേട്ടോ നമുക്ക്. ദ ഹിമാലയൻ പീക്ക് മാക്കലു ഇസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഇന്ത്യൻ നെയ്ബറിംഗ് കൺട്രി. അപ്പൊ ഇന്ത്യയിലല്ല എന്നുള്ളത് ക്ലിയർ ആണ്. ഇന്ത്യൻ നെയ്ബറിംഗ് കൺട്രികളിൽ ഹിമാലയൻ പീക്ക് ആണെന്നും പറയുന്നുണ്ട്. സോ ഭൂട്ടാൻ ആണോ, ചൈനയാണോ, നേപ്പാൾ ആണോ, പാകിസ്ഥാൻ ആണോ? ആൻഡ് ദ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഒബിയസ്ലി അപ്പൊ ഇത് വേൾഡ്സ് 5th ലാർജസ്റ്റ്. അപ്പൊ അത്ര ഒബിയസ് ആവണമെന്നില്ല. പലരും ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ മക്കലു എന്നുള്ള ഒരു ഹിമാലയൻ പീക്കിനെ പറ്റി കേൾക്കുന്നത്. 5th ലാർജസ്റ്റ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹിമാലയൻ മലനിരകളുടെ ഭാഗമാണ്. ഏകദേശം നമ്മുടെ മൗണ്ട് എവറസ്റ്റിൽ നിന്നും 19 കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു മക്കാലു ഉള്ളത്. അതും ഒരു ക്ലൂ ആയിട്ട് കണക്കാക്കുക. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, നേപ്പാൾ. നേപ്പാളിലാണ് ഹിമാലയൻ പീക്കായുള്ള മാക്കലു ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ സാഫ്രൺ കേസരി കളർ ഇൻ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഈസ് സിംബൽ ഓഫ്. അപ്പൊ ഇതൊക്കെ കുറച്ച് പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ കേസരി എന്നൊക്കെ കൊടുത്തില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും സാഫ്രൺ എന്താന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ഫ്ലാഗിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന കളറാണ് സാഫ്രൺ. 3 കളറും നടുവിൽ അശോക ചക്രവും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിൽ ഈ ടോപ്പിൽ വരുന്ന സാഫ്രൺ കളറും ഉണ്ട്. അതൊരു എന്തിന്റെ ഒന്നിന്റെ സിമ്പിൾ ആണ്. അപ്പൊ എന്തിന്റെ സിമ്പിൾ ആണെന്നുള്ളതാണ് ചോദ്യം. റിനൗൺസിയേഷൻ ഓഫ് മെറ്റീരിയൽ ഗെയിൻസ് ആണോ, പാത്ത് ഓഫ് ട്രൂത്ത് ആണോ, റിലേഷൻ ഓഫ് സോയിൽ ആൻഡ് പ്ലാന്റ് ലൈഫ് ആണോ, ധർമ്മയാണോ? ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഇതുമായിട്ടൊന്നും ഈ ഒരു ഓറഞ്ച് കളറിന് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല, ഡയറക്റ്റ് ബന്ധം തീരെയില്ല. സാഫ്രണിന് മാത്രമല്ല 3 കളേഴ്സിനും അതിൻ്റെതായുള്ള സിമ്പിൾ, അല്ലെങ്കിൽ 3 കാര്യങ്ങളുടെ സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ കുറഞ്ഞ കാര്യങ്ങളുടെ സിമ്പിൾ ആയിട്ടാണ് ഈ 3 കളറും ആക്ട് ചെയ്യുന്നത്. അതിലിപ്പോ സാഫ്രൺ എടുത്തു കഴിഞ്ഞാൽ കറേജിന്റെയും അതുപോലെ തന്നെ സാക്രിഫൈസിന്റെയും സിമ്പിൾ ആയിട്ടാണ് ആ ഒരു ഓറഞ്ച് കളർ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അല്ലെ സാഫ്രൺ കളർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വൈറ്റ് എടുക്കുകയാണെങ്കിൽ നടുവിലെ കളർ വൈറ്റ് ആണല്ലേ, അത് പീസ് അതുപോലെ ട്രൂത്ത് ഒക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കളർ ഏതാണ്? ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് പറയുന്നത് ഫെയ്ത്ത് ആൻഡ് ഷിവാൽറി ആണ്. അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ നമ്മുടെ ഫ്ലാഗ്. പിന്നെ 24 അരക്കാലുകൾ നമ്മുടെ ഒരു അശോകൻ ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ അങ്ങനെ
അല്ലാതെ ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ റിനൗൺസിയേഷൻ ഓഫ് മെറ്റീരിയൽ ഗെയിംസോ പാത്ത് ഓഫ് ട്രൂത്തോ റിലേഷൻ ഓഫ് സോയിൽ ആൻഡ് പ്ലാൻ ലൈഫ് ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. പാത്ത് ഓഫ് ട്രൂത്ത് ഒക്കെ വരികയാണെങ്കിൽ പോലും ട്രൂത്ത് ആക്ച്വലി വൈറ്റിലാണ് വരുന്നത്. അപ്പൊ ഈ ചോദ്യം തെറ്റാണ്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്തിടുക. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ടിക്കറ്റ് കഴിഞ്ഞാൽ ആ ചോദ്യം അറ്റൻഡ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ചോദ്യം തെറ്റായാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ചോദ്യം കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുക. അപ്പൊ തെറ്റാണെന്നൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആൻസർ ചെയ്തോളുക. നിങ്ങൾക്ക് ഒരു 5 മാർക്ക് അങ്ങനെ ആ വഴിക്ക് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇന്നത്തെ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് പ്രൊവിഷൻസ് ഓഫ് യൂണിഫോം സിവിൽ കോഡ്? ഇപ്പൊ കത്തി നിൽക്കുന്ന വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ്. അത് ഏത് ആർട്ടിക്കിളിന് കീഴിൽ വരുന്ന പ്രൊവിഷൻ ആണ്? അപ്പൊ ഇത് കറന്റ് അഫയേഴ്സ് തന്നെ നമുക്ക് ഇപ്പൊ എടുത്താം. കാരണം ഇതിപ്പം സ്പെഷ്യൽ സെഷൻ ഒക്കെ തന്നെ വിളിച്ചിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പം ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. യൂണിഫോം സിവിൽ കോഡ് വരുന്നത്, യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഒരു റൈറ്റ് എന്നതിലൂടെ നമ്മുടെ ഒരു മേ ബി അതിന് വരുന്നൊരു വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാനാത്വം എന്നുള്ള ഒരു കാര്യം, അതായത് പലരും പല ഫെയ്ത്തിൽ ബിലീവ് ചെയ്യുന്നവരാണ്. അതെല്ലാം മാറിയിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ എല്ലാ പേഴ്സണൽ ലോസും ഒന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് UCC വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. അതിനെതിരെ പലയിടങ്ങളിൽ നിന്നായിട്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നല്ല രീതിയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്താവും എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടി വരും. പക്ഷെ എന്തായാലും ഇത് വരാൻ കാരണം, അല്ലെ ചർച്ചയ്ക്ക് എടുക്കാൻ കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ്. അത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ആർട്ടിക്കിൾ 44 ആണ്. ഓക്കെ, അതുപോലെ UCC പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതുപോലത്തെ സെഷൻസ് ലഭിക്കുന്നതിനായിട്ട്, ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ്, അപ്പൊ ഇത് ഈസ് ഡെഫിനറ്റ്ലി റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അപ്പൊ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അറിയും. ഇനി കറണ്ട് അഫയേഴ്സും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാവും. ഓക്കെ, സോ ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സെഷൻസ് ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക. തുടർന്നും ഇതുപോലത്തെ സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ ടു Prepwise. ഇനി ഒരുപാട് സെഷൻസും ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സബ്ജക്ട്സിലും അതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടോപ്പിക്സിലും സെഷൻസ് വരുന്നുണ്ടാവും. സോ എന്തായാലും ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.